ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെം സെൽസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. സ്റ്റെം സെൽ ടെക്നോളജി വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ എന്ന ടോപ്പിക്കിൽ മോളിക്കുലർ ഡയഗ്നോസിസ് കൂടെ പഠിക്കാനുണ്ട്. ബയോടെക്നോളജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസീസ് ഡയഗ്നോസിസ് നടത്താം, മോളിക്കുലർ ലെവലിലുള്ള ഡയഗ്നോസിസ് നടത്താം എന്നാണ് ഇതിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ഡിസീസിന്റെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റിന് അതിന്റെ ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഡയഗ്നോസിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഏർലി ഡയഗ്നോസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇറ്റ്സ് പത്തോഫിസിയോളജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. കൺവെൻഷണൽ ഡയഗ്നോസിസ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ബ്ലഡ് അനാലിസിസ്, യൂറിൻ അനാലിസിസ്, സീറം അനാലിസിസ്, ഈവൻ സ്റ്റൂൾ അനാലിസിസ്, ഇതൊക്കെ കൺവെൻഷണൽ ഡയഗ്നോസിസ് മെത്തേഡ്സ് ആണ് അല്ലെ. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നിക്സ് ഉണ്ട്, ലൈക്ക് എക്സ്റേസ്, MRI സ്കാനിങ്, CT സ്കാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൺവെൻഷണൽ ഡയഗ്നോസിസ് മെത്തേഡ്സ് വെച്ചുകൊണ്ടുള്ള ഏർലി ഡിറ്റക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ HIV, ക്യാൻസർ പോലെയുള്ള ഡിസീസിന്റെ കേസിൽ ഈ സീറം അനാലിസിസ് കൊണ്ടോ ബ്ലഡ് അനാലിസിസ് കൊണ്ടോ ഒന്നും ഏർലി ഡിറ്റക്ഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? നമ്മുടെ ബോഡിയിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോഴാണ് അല്ലെ. ചേഞ്ചസ് എന്ന് പറയുന്നത് സിംറ്റംസ് ആണ്. ഒരു പതോജൻ നമ്മുടെ ബോഡിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പതോജൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പതോജൻ നമ്മുടെ ബോഡിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് കടന്നു കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന നമ്മുടെ ബോഡിയിൽ അൺയൂഷ്വൽ ചേഞ്ചസ് അല്ലെങ്കിൽ സിംറ്റംസ് ഒക്കെ വരുമ്പോഴാണ്. ഈ സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്യുമ്പോഴത്തേക്കും ആ പതോജന്റെ കോൺസെൻട്രേഷൻ ബോഡിയിൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പതോജന്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കഴിയുമ്പോൾ ഡോക്ടർ സിംറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ടെസ്റ്റ് പറയും അല്ലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൺവെൻഷണൽ മെത്തേഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഡിസീസസിന്റെ ഏർലി ഡിറ്റക്ഷൻ സാധ്യമാകില്ല. അങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ ലെവലിലുള്ള ഡയഗ്നോസിസിലോട്ട് പോകുന്നത്. മോളിക്കുലർ ലെവലിലുള്ള ഡയഗ്നോസിസ്, മോളിക്കുലർ ലെവൽ ഓഫ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ ബോഡിയിലുള്ള മോളിക്യൂൾസിനെ ബേസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ബോഡിയിലെ മോളിക്യൂൾസ്, പ്രധാനപ്പെട്ട മോളിക്യൂൾസ്, ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചാണല്ലേ. ബോഡിയിലെ മോളിക്യൂൾസ്, ഒബ്വിയസ്ലി ജനറ്റിക് മെറ്റീരിയൽ, DNA, RNA ലെവലിൽ നമുക്ക് ഡയഗ്നോസിസ് നടത്താം. പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഇതൊക്കെ വെച്ച് നമുക്ക് ഡയഗ്നോസിസ് നടത്താം. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഡയഗ്നോസിസ്, അത് നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ഈസ് പോസിബിൾ. അപ്പോൾ ഈ HIV എന്നല്ല പറഞ്ഞത്, എയ്ഡ്സ് അല്ലെ. എയ്ഡ്സ് അതുപോലെ ക്യാൻസർ പോലെയുള്ള ഡിസീസിന്റെ ഒക്കെ കേസിൽ സിംറ്റംസ് കാണിക്കുന്നത്, എയ്ഡ്സിന്റെ കേസിൽ സിംറ്റംസ് കാണിക്കുന്നത് പതോജൻ കടന്നുകൂടി. പതോജൻ എന്ന് പറയുന്നത് HIV അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്. അത് നമ്മുടെ ബോഡിയിലേക്ക് കടന്നിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സിംറ്റംസ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ആ പേഴ്സൺ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടാകും. ഓർ അദ്ദേഹത്തിന്റെ ഡെത്തിന് കാരണമാകുന്നത് ഈ ഏർലി ഡിറ്റക്ഷൻ നടത്താത്തത് കൊണ്ടാണ് അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാത്തത് കൊണ്ടാണ്. അതേപോലെ ക്യാൻസറിന്റെ കേസിലും ഏർലി ഡിറ്റക്ഷൻ ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ. ഏർലി ഡിറ്റക്ഷൻ നമുക്ക് എപ്പോഴും പോസിബിൾ ആകുന്നില്ല. നമ്മൾ സിംറ്റംസ് ഒക്കെ കണ്ട് ഈ രോഗം ഐഡന്റിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ പേഴ്സൺ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ HIV, ക്യാൻസർ പോലെയുള്ള ഡിസീസസിന്റെ ഒക്കെ കേസിൽ ഏർലി ഡിറ്റക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ഏർലി ഡയഗ്നോസിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എത്രയും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അത്ര നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ബയോടെക്നോളജി വെച്ചിട്ടുള്ള ഏർലി ഡയഗ്നോസിസ് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് RDNA ടെക്നോളജി, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. RDNA ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം. ദെൻ PCR നമുക്ക് ഉപയോഗിക്കാം. PCR നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പിന്നെ പറയുന്നത് ഓട്ടോ റേഡിയോഗ്രാഫി ആണ്. ഓട്ടോ റേഡിയോഗ്രാഫി. പിന്നെ പറയുന്നത് എലൈസ. ഓക്കെ, റീകോംബിനന്റ് DNA ടെക്നോളജി, PCR നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതൊന്ന് റീകളക്ട് ചെയ്തേ. PCR വെച്ചിട്ട് നമുക്ക് ഒരു പതോജൻ നമ്മുടെ ബോഡിയിലേക്ക് കടന്നുകൂടി കഴിഞ്ഞാൽ അതിന്റെ വെരി ലോ കോൺസെൻട്രേഷനിലും നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞു, സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്യുമ്പോഴത്തേക്ക് പതോജന്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ടുണ്ടാകും അല്ലേ. ഈ പതോജന്റെ കോൺസെൻട്രേഷൻ വളരെ ലോ ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോളിക്കുലർ ഡയഗ്നോസിസിലേക്ക് പോകുന്നത് അല്ലേ. അപ്പൊ PCR എന്താണ് നടക്കുന്നത്? PCR എന്ന് പറയുന്ന ഒരു സെൽ ഫ്രീ ജീൻ ക്ലോണിംഗ് ആണ് അല്ലെ. ഞാൻ നിങ്ങളോട് ബയോടെക്നോളജി ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ജീൻ ക്ലോണിംഗ് രണ്ട് തരത്തിലുണ്ട്. സെൽ ബേസ്ഡ് ജീൻ ക്ലോണിംഗ്, ദെൻ സെൽ ഫ്രീ ജീൻ ക്ലോണിംഗ്. സെൽ ബേസ്ഡ് ജീൻ ക്ലോണിംഗ് ആണ് നമ്മൾ വാരി വലിച്ചിട്ട് പഠിച്ച റീകോംബിനന്റ് DNA ടെക്നോളജിയിലെ ജീൻ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഒരു സെല്ലിനകത്ത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുന്നു. സെൽ ഫ്രീ ജീൻ ക്ലോണിംഗ് എന്ന് പറയുന്നത് PCR ആണ്. അതായത് അണ്ടർ ലബോറട്ടറി കണ്ടീഷനിൽ, ഇൻവിട്രോ കണ്ടീഷനിൽ നമ്മൾ നടത്തുന്ന ജീൻ ക്ലോണിംഗ്. അപ്പോൾ PCR ഒരു DNA ഫ്രാഗ്മെന്റ് നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് PCR പഠിച്ചതാണ്. മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് ജീൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ PCR വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പതോജന്റെ വെരി ലോ കോൺസെൻട്രേഷനിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്, അതിനെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ PCR ക്യാൻ ഡിറ്റക്ട് വെരി ലോ അമൗണ്ട്സ് ഓഫ് DNA? അതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് വളരെ കുറഞ്ഞ അമൗണ്ടിലുള്ള DNA PCR ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്? ആ DNA ആംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ്, അതിന് മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് കോപ്പീസ് ആക്കിക്കൊണ്ടാണ് അല്ലെ.
അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഡിസീസ് ഡയഗ്നോസിന്റെ കേസിൽ ആരുടെ ജനറ്റിക് മെറ്റീരിയലാണ് ആംപ്ലിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്യേണ്ടത്? പതോജന്റെ അല്ലെ? ഒരു പതോജൻ നമ്മുടെ ബോഡിക്കകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ, അതായത് ആ പതോജന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ നിൽക്കുമ്പോഴും, അപ്പോൾ സിംറ്റംസ് ഒന്നും ഇല്ല അല്ലെ, അപ്പൊ ഏറ്റവും കുറഞ്ഞ അളവിൽ നിൽക്കുമ്പോഴും അതിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം വിത്ത് PCR. അതെങ്ങനെയാണ്? ആ പതോജന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഇവിടെ PCR അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്പെക്ടഡ് എയ്ഡ്സ് പേഷ്യൻസിൽ HIV ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ PCR ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സസ്പെക്ടഡ് ക്യാൻസർ പേഷ്യൻസിൽ ജീൻ മ്യൂട്ടേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PCR ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ മറ്റ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PCR ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ഓട്ടോ റേഡിയോഗ്രഫിയാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട് DNA ഫിംഗർ പ്രിന്റിംഗ് പഠിച്ചപ്പോൾ അല്ലെ? ഇതൊരു ഇമേജിംഗ് ടെക്നിക്കാണ്. ഇത് ഇൻവിട്രോ ആയിട്ട് നടത്താം, അതുപോലെ ഇൻവൈവോ ആയിട്ടും നടത്താം. ഇൻവൈവോ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ബോഡി, ഇൻവിട്രോ എന്ന് പറയുന്നത് അണ്ടർ ലബോറട്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇൻവൈവോയിൽ നമ്മൾ ലബോറട്ടറി മോഡൽ ഓർഗാനിസംസിലാണ് ഇത് നടത്തുന്നത്. അത് വിടുക. നമുക്ക് ഇവിടെ അറിയേണ്ടത് ഇൻവിട്രോ ആയിട്ട് നടത്തുന്ന ഓട്ടോ റേഡിയോഗ്രഫിയെ കുറിച്ചിട്ടാണ് ഡിസീസ് ഡയഗ്നോസിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇൻവിട്രോ എന്ന് പറയുമ്പോൾ അണ്ടർ ലബോറട്ടറി കണ്ടീഷൻ. അപ്പോൾ ആ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ് നിങ്ങൾ റീകളക്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓട്ടോ റേഡിയോഗ്രാഫിയിൽ നമുക്ക് ആ സ്റ്റെപ്സ് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന്, പേഴ്സന്റെ ബോഡിയിൽ നിന്നും ഒരു സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു കളക്ട് ദ സാമ്പിൾ എടുക്കുന്നു. അത് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, അല്ലെ പിന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഓട്ടോ റേഡിയോഗ്രാഫിയുടെ സ്റ്റെപ്സ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് സാമ്പിൾ കളക്ഷൻ. നമ്മൾ സാമ്പിൾ എടുക്കുന്നു. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിൽ നമുക്ക് മോളിക്യൂൾസ് വേണം അല്ലെ? നമ്മൾ എന്തിനെ വെച്ചിട്ടാണ്, മെയിൻ ആയിട്ടും എന്തിനെ വെച്ചിട്ടാണ് ഈ ഡിസീസ് ഡയഗ്നോസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ജനറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ്. ജനറ്റിക് മെറ്റീരിയൽ DNA RNA ലെവൽ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രോട്ടീൻസ് വെച്ചിട്ട് നമ്മൾ ഡിസീസ് ഡയഗ്നോസിസ് നടത്താറുണ്ട്, ലിപ്പിഡ്സ് വെച്ചിട്ട് നമ്മൾ ഡിസീസ് ഡയഗ്നോസിസ് നടത്താറുണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇവിടെ എഴുതുന്നത് ഐസൊലേഷൻ ഓഫ് സെല്ലുലാർ കോമ്പോണൻസ്. ഐസൊലേഷൻ ഓഫ് സെല്ലുലാർ കോമ്പോണൻസ്. സെല്ലുലാർ കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ അത് DNA ആകാം, DNA, RNA, പ്രോട്ടീൻസ് എക്സെട്ര എന്ന് കൊടുക്കുവാണ്. പ്രോട്ടീൻസ് എക്സെട്ര. നമ്മളിപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എടുത്തെന്ന് വിചാരിക്കുക. ആ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഫ്രാഗ്മെന്റഡ് ആക്കണം കേട്ടോ. നമുക്ക് ശരിക്കും ഈ ഓട്ടോ റേഡിയോഗ്രാഫിയിൽ DNAയുടെ സിംഗിൾ സ്ട്രാൻഡ് മതി. നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾ, അതിന്റെ DNA, അതിലെ സിംഗിൾ സ്ട്രാൻഡ് മതി. സോ വി ആർ ഗോയിങ് ടു ഫ്രാഗ്മെന്റ് ദ DNA. ഫ്രാഗ്മെന്റേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, DNA നമ്മൾ ഫ്രാഗ്മെന്റഡ് ആക്കി. പിന്നെ ആ സ്റ്റെപ്സ് ഒക്കെ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തേ. നമുക്ക് അവിടെ ഈ ജനറ്റിക്സും ബയോടെക്നോളജിക്ക് കമ്പൈൻ ചെയ്യാം. DNA ഫ്രാഗ്മെന്റഡ് ആക്കി കഴിഞ്ഞാൽ ആ ഫ്രാഗ്മെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം അല്ലെ? അതിന് സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്താണ്? ജെൽ ഇലക്ട്രോഫോറസിസ്. സോ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്, സെപ്പറേഷൻ യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. എവിടെ എന്തോ ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ച് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി ഈ DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മളൊരു നൈലോൺ മെംബ്രെയിൻ ഓർ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. DNA ഫിംഗർ പ്രിന്റിംഗിൽ പറയുന്ന സ്റ്റെപ്സ് ഇല്ലേ, അത് റീകളക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ ഫ്രാഗ്മെന്റ്സിനെ, DNA ഫ്രാഗ്മെന്റ്സിനെ ഒരു നൈലോൺ മെംബ്രെയിനിലോട്ടോ ഓർ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെ നമ്മൾ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കും. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ബ്ലോട്ടിംഗ് എന്ന് എഴുതത്തുള്ളൂ കേട്ടോ. നിങ്ങൾ പോയി ആ DNA ഫിംഗർ പ്രിന്റിംഗിന്റെ സ്റ്റെപ്സ് പോയി നോക്കണേ. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം എന്താണോ, അത് DNA ആയിക്കോട്ടെ, RNA ആയിക്കോട്ടെ, പ്രോട്ടീൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മളൊരു മെംബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബ്ലോട്ടിംഗ്. അപ്പോൾ DNA ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ സതേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും. RNA ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ, RNA ആണ് ബ്ലോട്ട് ചെയ്യപ്പെടുന്നെങ്കിൽ അതിനെ നമ്മൾ നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും. അല്ല, പ്രോട്ടീൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ. അടുത്ത സ്റ്റെപ്പ് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ യൂസിങ് പ്രോബ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് DNA which is tagged or labeled with a radioactive molecule. ഒരു റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ഉണ്ടായിരിക്കും. with radioactive labeling, radioactive label or radioactive ടാഗ് ഉണ്ടായിരിക്കും. എന്നാൽ സിംഗിൾ സ്ട്രാൻഡഡ് DNA അതിന്റെ എൻഡിൽ ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു.
സോ എൻഡിൽ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ വെച്ച് നമ്മൾ ഇതിനെ ടാഗ് ചെയ്യുന്നു. ഓക്കെ, റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ അല്ലെങ്കിൽ ബയോട്ടിൻ ഓർ ഫ്ലൂറസെന്റ് ഡൈ വെച്ചിട്ട് നമുക്ക് ഇതിനെ ലേബൽ ചെയ്യാം. സോ ദിസ് ഇസ് DNA, റൈറ്റ്? ഇത് DNA ആണ്, സിംഗിൾ സ്ട്രാൻഡഡ് DNA. അതിന്റെ എൻഡിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് കൊടുത്തു. എന്തിനാണ് നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ഉപയോഗിക്കുക? സപ്പോസ് നമ്മൾ ജീൻ മ്യൂട്ടേഷൻ ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ലേബലിംഗ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സാമ്പിളിലെ DNA ഫ്രാഗ്മെന്റ്സ്, നമ്മൾ DNA ഫ്രാഗ്മെന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, സിംഗിൾ സ്ട്രാൻഡഡ് DNA ഫ്രാഗ്മെന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് കോംപ്ലിമെന്ററി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ DNA പ്രോബ്. അതിന് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DNA ഫ്രാഗ്മെന്റിലെ നൈട്രോജിനസ് ബേസസ് ഞാൻ എഴുതുകയാണെ. ഇപ്പോൾ നൈട്രോജിനസ് ബേസസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ലെറ്റ് സപ്പോസ് അഡനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന DNA പ്രോബ്. അപ്പൊ പ്രോബിലെ നൈട്രോജിനസ് ബേസസ് എങ്ങനെ വരും? ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട്, അതായത് അഡനിനെ പെയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, അത് ഇവിടെ തൈമിൻ, സൈറ്റോസിൻ, അഡനിൻ, ഗ്വാനിൻ അങ്ങനെ വരും അല്ലേ? അപ്പം കോംപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ DNA പ്രോബ് സിന്തസൈസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ പ്രോബ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോംപ്ലിമെന്ററി ബേസസ് ഫേസ് ടു ഫേസ് വരുമ്പോൾ ദർ വിൽ ബി ബേസ് പെയറിംഗ്. അതിനാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ അതായത് ഈ പ്രോബ് ഇവിടെ വന്ന് പ്രോബില് തൈമിൻ, സൈറ്റോസിൻ, അഡനിൻ, ഗ്വാനിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ദർ വിൽ ബി ബേസ് പെയറിംഗ് സിൻസ് ദേ ആർ കോംപ്ലിമെന്ററി അല്ലേ? ബേസ് പെയറിംഗ് നടക്കും. മനസ്സിലായോ? ദിസ് ഈസ് ഹൈബ്രിഡൈസേഷൻ. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ DNA പ്രോബും നമ്മൾ എടുത്ത സാമ്പിളിലെ DNA ഫ്രാഗ്മെന്റ്സും തമ്മിൽ എന്ത് നടക്കും? ഹൈബ്രിഡൈസേഷൻ നടക്കും. ദാറ്റ് മീൻസ് ബേസ് പെയറിംഗ് നടക്കും. ഇനി അടുത്ത സ്റ്റെപ്പ്, 7th സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിന് നമ്മളൊരു ഫോട്ടോഗ്രാഫിക് ഓർ എക്സ്റേ ഫിലിമിലോട്ട് പതിപ്പിക്കുന്നു. ഈ ഹൈബ്രിഡൈസേഷൻ ഒരു ഇമേജ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇമേജ് ഡെവലപ്മെന്റ് ഓൺ photographic or X-ray film. ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഇമേജിംഗ് ടെക്നിക് ആണെന്നല്ലേ. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷൻ ഒരു ഇമേജ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു ഫോട്ടോഗ്രാഫിക് ഒരു എക്സ്റേ ഫിലിമിലോട്ട് നമുക്ക് ഇമേജ് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ DNA ഫ്രാഗ്മെന്റിലെ നൈട്രോജനസ് ബേസസ് അഡനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അതിന് കോംപ്ലിമെന്ററി ആയിട്ട് നമ്മുടെ DNA പ്രോബിലുള്ളത് തൈമിൻ, സൈറ്റോസിൻ, അഡനിൻ, ഗ്വാനിൻ എന്നാണ് നിങ്ങൾ വിചാരിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ബേസ് പെയറിംഗ് നടത്തുക. അപ്പൊ DNA പ്രോബുകൾ വന്നിട്ട് ഈ ഫ്രാഗ്മെന്റ്സിലോട്ട്, സിംഗിൾ സ്റ്റാൻഡേർഡ് DNAയിലോട്ട് വന്ന് ബേസ് പെയറിംഗ് നടത്തും അല്ലേ? ദാറ്റ് മീൻസ് ഹൈബ്രിഡൈസേഷൻ നടക്കും. ഇനി ഇൻ കേസ് നമ്മുടെ ജീനിൽ എവിടെയെങ്കിലും മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈബ്രിഡൈസേഷൻ നടക്കില്ല. അതായത് അഡനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നാണ് വരേണ്ടത് അല്ലേ? പക്ഷെ ഇവിടെ അഡനിൻ, ഗ്വാനിൻ, വീണ്ടും തൈമിന് പകരം അഡനിൻ, സൈറ്റോസിൻ ഇങ്ങനെ വന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഈ ഒരു റീജിയൺ മ്യൂട്ടേറ്റഡ് ആണ് അല്ലേ? ഇത് മ്യൂട്ടേറ്റഡ് ആയി. തൈമിനായിരുന്നു വരേണ്ടത്, അവിടെ അഡനിൻ വന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ DNA പ്രോബ് ഇവിടെ വരുമ്പോൾ എന്താ പറ്റുക? DNA പ്രോബ് ഇങ്ങനെ വന്നു. DNA പ്രോബിലുള്ളത് തൈമിൻ, സൈറ്റോസിൻ, അഡനിൻ, ഗ്വാനിൻ ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസ് പെയറിംഗ് നടക്കില്ല. ദാറ്റ് മീൻസ് ഹൈബ്രിഡൈസേഷൻ ഈസ് നോട്ട് പോസിബിൾ അല്ലേ? ബിക്കോസ് ആ DNA ഫ്രാഗ്മെന്റിൽ മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ട്. സോ ദിസ് വിൽ നോട്ട് വിഷ്വലൈസ് ഇൻ ഫോട്ടോഗ്രാഫിക് ഫിലിം. അങ്ങനെയാണ് നമ്മൾ ജീൻ മ്യൂട്ടേഷൻ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഓട്ടോ റേഡിയോഗ്രാഫിയെ കുറിച്ച് ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതൊരു ഇമേജിംഗ് ടെക്നിക്കാണ്. ഈ ഒരു ഡയഗ്നോസിസ് മെത്തേഡ് എന്ന് പറയുന്ന ഇമേജിംഗ് ടെക്നിക്കാണ്. അത് ഇൻവൈവോ നടത്താം, അതുപോലെ ഇൻവിട്രോ നടത്താം. ഇൻവിട്രോ ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ നമ്മളൊരു പ്രോബ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പ്രോബ് എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് DNA ഓർ RNA എന്ന് എഴുതാം കേട്ടോ. DNA ഓർ RNA എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി സിംഗിൾ സ്ട്രാൻഡഡ് ആണല്ലോ. DNA ഓർ RNA that is tagged with the radioactive molecule അല്ലെ? റേഡിയോആക്റ്റീവ് മോളിക്യൂളിൽ ഒരു ടാഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു ലേബലിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇസ് അലൗഡ് ടു ഹൈബ്രിഡൈസ് ടു ഇറ്റ്സ് കോംപ്ലിമെന്ററി DNA in a clone of cells followed by detection using auto radiography. അപ്പോൾ നമ്മളെടുത്ത സാമ്പിളിൽ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തു, അതിനകത്തെ സെല്ലുലാർ കമ്പോണൻസ് നമ്മൾ ഐസൊലേറ്റ് എടുക്കുന്നു. നമ്മൾ DNA ഐസൊലേറ്റ് എടുക്കുന്നു വിചാരിക്കുക. അതിനെ നമ്മൾ ഫ്രാഗ്മെന്റഡ് ആക്കി, അതിലെ സിംഗിൾ സ്ട്രാൻഡ്സ് മാത്രം മതി നമുക്ക്. ദെൻ ഈ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. എന്നിട്ട് അതിനെ ഒരു മെംബ്രെയിനിലോട്ട്, നൈലോൺ ഓർ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലോട്ട് നമ്മൾ ബ്ലോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ പ്രോബ് വെച്ചിട്ട് ഹൈബ്രിഡൈസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഹൈബ്രിഡൈസ് ചെയ്യിപ്പിച്ചിട്ട് എന്താണ് ചെയ്തത്? അതിന്റെ ഇമേജ് നമ്മളൊരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലോട്ട്, ഫോട്ടോഗ്രാഫിക് ഒരു എക്സ്റേ ഫിലിമിലോട്ട് പതിപ്പിച്ചു. അതിന്റെ ഒരു ഇമേജ് എടുത്തു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ
ഈ DNA ഫ്രാഗ്മെന്റിൽ മ്യൂട്ടേറ്റഡ് ജീൻ ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നില്ല ആൻഡ് ദാറ്റ് വിൽ നോട്ട് അപ്പിയർ ഓൺ ഫോട്ടോഗ്രാഫിക് ഫിലിം എന്ന് ഞാൻ പറഞ്ഞല്ലേ. ബിക്കോസ് ഈ പ്രോബിന് അതുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാനുള്ള കോംപ്ലിമെന്റാരിറ്റി നഷ്ടമായി. കോംപ്ലിമെന്റാരിറ്റി പിന്നെ ഇല്ല. എന്തുകൊണ്ടാണ്? DNA ഫ്രാഗ്മെന്റിൽ ജീൻ മ്യൂട്ടേറ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, ബിക്കോസ് ദ പ്രോബ് വിൽ നോട്ട് ഹാവ് ദ കോംപ്ലിമെന്റാരിറ്റി വിത്ത് മ്യൂട്ടേറ്റഡ് ജീൻ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഇത് എന്താണ്? ELISA ആണ് അല്ലെ. ELISA എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ് വിളിക്കുന്നത്. ഒരു ഇമ്മ്യൂണോളജിക്കൽ അസേ ആണിത് കേട്ടോ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ ഒരു എൻസൈം ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഇമ്യൂണോളജിക്കൽ അസേ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ELISA എന്ന് വിളിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ELISA എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ELISA ഈസ് ബേസ്ഡ് ഓൺ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം. ELISA എന്ന് പറയുന്നത് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഈ ആന്റിജൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലേക്ക് ഒരു പതോജൻ കടന്നു കഴിഞ്ഞാൽ, കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പതോജൻ എന്ന് പറയുന്നത് ആന്റിജൻ ആണ്. ഈ ആന്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ആന്റിബോഡീസ് ഉണ്ടാകും അല്ലെ. അപ്പൊ ആന്റിജൻ ആന്റിബോഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, എന്തെങ്കിലും ഒരു ആന്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ആന്റിബോഡി സിന്തസൈസ്ഡ് ആകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആന്റിജൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പതോജന്റെ പ്രോട്ടീൻസ് ആകാം ഓർ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആകാം. അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ആന്റിജൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ഓർ വി ക്യാൻ ഡിറ്റക്ട് ദ ആന്റിബോഡീസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡി ഈ ആന്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസ് സിന്തസൈസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആന്റിബോഡീസിനെ നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആന്റിജന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ELISA നടത്താം. ഓർ ആന്റിബോഡീസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആന്റിബോഡീസ് എന്ന് പറയുമ്പോൾ ആന്റിജൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്നല്ലേ, അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് നടത്താനായിട്ട് പറ്റും. എനിവേസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ELISA ഉണ്ട്. ഡയറക്റ്റ് ELISA, ഇൻഡയറക്റ്റ് ELISA, സാൻഡ്വിച്ച് ELISA, കോമ്പറ്റീറ്റീവ് ELISA എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഞാനിത് ശരിക്കും ഡയറക്റ്റ് ELISAയും ഇൻഡയറക്റ്റ് ELISAയും പറയാന്നാണ് വിചാരിക്കുന്നത്. ഒത്തിരി പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഡയറക്റ്റ് ELISAയിൽ ഫസ്റ്റ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആന്റിജൻ ഒരു മൈക്രോ ടൈറ്റർ പ്ലേറ്റിലോട്ട് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആന്റിജനെ നമ്മൾ ഇമ്മൊബിലൈസ്ഡ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ബോഡി ഫ്ലൂയിഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ആന്റിബോഡീസ് ഉണ്ടാകും അല്ലെ. ഡെഫിനറ്റ്ലി ആന്റിജൻസ് കടന്നിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി സിന്തസൈസ്ഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ആന്റിബോഡി നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ അതിലേക്ക് എൻസൈം ടാഗ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വിടുന്നത്. എൻസൈം ആഡ് ചെയ്തുകൊണ്ടാണ് വിടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്ന് വിളിക്കുന്നത്. ആഡ് എൻസൈം കോൺജുഗേറ്റഡ് ആന്റിബോഡി ടു ബി മെഷർഡ്. ഇതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്? ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. അതാണ് നമുക്ക്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് മെഷർ ചെയ്യാൻ പോകുന്നത് അല്ലെ. സോ എൻസൈം ടാഗ് ചെയ്തിട്ടുള്ള, എൻസൈം ലേബൽ ചെയ്തിട്ടുള്ള ആന്റിബോഡീസ് ആണ്, എൻസൈം കോൺജുഗേറ്റഡ് ആന്റിബോഡീസ് ആണ് നമ്മൾ ഇതിലേക്ക് വിടുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് എൻസൈം വിടുന്ന കൂടുതൽ നമ്മൾ എന്തും ആഡ് ചെയ്യുന്നുണ്ട്, ഒരു സബ്സ്ട്രേറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻസൈമിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു റിയാക്ഷൻ പ്രോസസ്സ് അത് സ്പീഡപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. കാറ്റലിസ്റ്റ് ആണ് ഇവർ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈമിന്റെ കൂടെ നമ്മളൊരു സബ്സ്ട്രേറ്റും കൂടെ ആഡ് ചെയ്യും. സോ ഈ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി കളർ ചേഞ്ച് ഉണ്ടാകും. ആ കളർ നോക്കിക്കൊണ്ടാണ് നമ്മൾ പതോജൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് ELISA ആണെങ്കിൽ ഇത് സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന അടുത്ത ഒരു മെത്തേഡാണ് ഇത്, ഇൻഡയറക്റ്റ് ELISA. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സസ്പെക്റ്റഡ് ആന്റിജനെ മൈക്രോ ടൈറ്റർ പ്ലേറ്റിൽ കോട്ട് ചെയ്യുന്നു. ആൻഡ് പിന്നെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നുള്ള ആന്റിബോഡീസ് കൊടുക്കുകയാണ് അല്ലെ. ആഡ് ആന്റിബോഡി ടു ബി മെഷർഡ്. നമുക്ക് മെഷർ ചെയ്യാനുള്ള ആന്റിബോഡീസ് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ആന്റിബോഡീസ് ആന്റിജൻ ബൈൻഡിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുത്ത ആന്റിബോഡിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡറി ആന്റിബോഡി കൊടുക്കുന്നു. ഇതാണ് സെക്കൻഡറി ആന്റിബോഡി. അപ്പോൾ ഈ സെക്കൻഡറി ആന്റിബോഡിയിലാണ് നമ്മൾ ഇനി എൻസൈം ലെവലിംഗ് കൊടുക്കുന്നത്, എൻസൈം ലിങ്ക് ചെയ്യാൻ പോകും. ഓക്കെ, എൻസൈം കോൺജുഗേറ്റ് ചെയ്യാവുന്ന സെക്കൻഡറി ആന്റിബോഡിയിലാണ്. ദിസ് ഇസ് സെക്കൻഡറി ആന്റിബോഡി. ആഡ് എൻസൈം കോൺജുഗേറ്റഡ് സെക്കൻഡറി ആന്റിബോഡി. ഇത് എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ കൊടുത്ത പ്രൈമറി ആന്റിബോഡിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടുതൽ നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ മെഷർ ദ കളർ ചേഞ്ച് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് ELISA. അടുത്തതും കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. അത് സാൻഡ്വിച്ച് ELISA ആണ്. സാൻഡ്വിച്ച് ELISAയിൽ നമ്മൾ എന്താ ചെയ്യുക? ആന്റിബോഡീസിനെയാണ് മൈക്രോ ടൈറ്റർ പ്ലേറ്റിൽ ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത്. ആന്റിബോഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആന്റിബോഡീസ് അല്ലെ. അതിനെ നമ്മളിവിടെ കോട്ട് ചെയ്യുന്നു. ദെൻ പിന്നെ എന്താണ് കൊടുക്കുന്നത്? ആന്റിജനെ ഇട്ട് കൊടുക്കുന്നു. ആന്റിബോഡീസിനെ കോട്ട് ചെയ്തിട്ട് ആന്റിജൻ ഇട്ട് കൊടുക്കുന്നു അല്ലെ. സോ ആഡ് ആന്റിജൻ ടു ബി മെഷർഡ്. അത് നമുക്ക് മെഷർ ചെയ്യേണ്ട ആന്റിജൻ, അത് നമ്മൾ കളക്ട് ചെയ്ത സാമ്പിളിൽ നമ്മൾ ഉണ്ടാകുന്ന വിചാരിക്കുന്ന ആന്റിജൻസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. സോ ദർ വിൽ ബി ആന്റിജൻ ആന്റിബോഡി ബൈൻഡിങ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും ആന്റിബോഡി ഇട്ട് കൊടുക്കുകയാണ്.
ആഡ് എൻസൈം കോൺജുഗേറ്റഡ് സെക്കൻഡറി ആന്റിബോഡി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആന്റിബോഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആന്റിബോഡിയാണ്. പ്രൈമറി ആന്റിബോഡീസ് നമ്മൾ ഓൾറെഡി ഇവിടെ ഇമൊബിലൈസ്ഡ് ചെയ്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ആന്റിജൻ ഇട്ട് കൊടുത്തു, നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിജൻ ഇട്ട് കൊടുത്തു. ദെൻ എന്താണ് ചെയ്തത്, സെക്കൻഡറി ആന്റിബോഡീസിന് ഇട്ട് കൊടുത്തു അല്ലെ, എൻസൈം കോൺജുഗേറ്റഡ് സെക്കൻഡറി ആന്റിബോഡി. അപ്പൊ ഇതൊരു സാൻഡ്വിച്ച് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മുകളിലും താഴെയും ആന്റിബോഡീസ്, നടുക്ക് മിഡിലായിട്ട് ആന്റിജൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സാൻഡ്വിച്ച് എലൈസ എന്ന് പറയുന്നത്, ഒരു സാൻഡ്വിച്ച് മോഡൽ അല്ലേ. ഓക്കെ, ദെൻ ഇതിന്റെ കൂടെ നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. ആൻഡ് ദെൻ വി മെഷർ ദ കളർ.